അവർ പറയുന്ന ഭാഷകൾ നമുക്ക് കുഞ്ഞുകുട്ടികൾക്ക് ഇരുന്ന് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നിലവാര തകർച്ചയുള്ള ഒരു പ്രോഗ്രാം, അത് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ജീവിതത്തെ വെച്ചാൽ കളിക്കുന്നവർ നമ്മുടെ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പരിപാടി പിന്നെ കണ്ടിട്ടേ ഇല്ല, അത് കണ്ടാൽ അപ്പോഴേ ചാനൽ മാറ്റുക. അത്ര ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സമൂഹത്തിന് ഇത് ശരിയായൊരു പരിപാടിയല്ല, ശരിക്കും നിർത്തണം നമ്മളെ അഭിപ്രായം പറയാം. നിർത്തലാക്കണ്ട, അങ്ങനെയുള്ള ഫിസിക്കൽ അസോൾട്ടൊക്കെ ഒഴിവാക്കണം. അതിനൊക്കെ കർശന നിർദ്ദേശം കൊടുത്ത് വേണം അവരെ അതിലേക്ക് പങ്കെടുപ്പിക്കാൻ. അവർക്ക് അത് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കണം. എന്നിട്ട് ആ ഷോ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോ ആണ്. ഒഴിവാക്കി ഇപ്പൊ തന്നെ ആ റോക്കിയെ ഒഴിവാക്കി, പക്ഷെ ഒന്നും പറയാതെ അങ്ങ് വിട്ടേത്. കാരണം മറ്റേ ആള് സിജോ ചെയ്യേണ്ടി വന്ന് കുടുംബമായിട്ടിരുന്ന കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് നല്ല നിലവാരമുള്ളായിരുന്നു നേരത്തെയൊക്കെ ഉള്ളത്. ശരിയൊക്കെ അത്ര പോരാ. തുടങ്ങിയപ്പോൾ ആദ്യം തുടങ്ങിയ സമയത്ത് കണ്ടു തുടങ്ങിയിട്ട് അത് വെറുതെ ശരിക്കും പറഞ്ഞാൽ അത് എന്ത് ആളുകളെ വെച്ചുകൊണ്ട് ചുമ്മാ വെറുതെ അഭിനയം പോലെ. അഭിനയം എന്ന് വെച്ചാൽ നമ്മൾ യഥാർത്ഥ ജീവിതമാണെന്ന് പറയുകയും ചെയ്യും. പക്ഷെ അവരെല്ലാവരും ഏതോ ഒരാളിൻ്റെ നേതൃത്വത്തിലുള്ള സ്ക്രിപ്റ്റ് വെച്ച് അവരിക്കുന്നൊക്കെ നമുക്ക് തോന്നുന്നത്. അതെ, അതുകൊണ്ട് തന്നെ നമുക്കത് ഇഷ്ടമില്ല. മാത്രമല്ല ജീവിതത്തെ വെച്ചാൽ കളിക്കുന്നവർ നമ്മുടെ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പരിപാടി പിന്നെ കണ്ടിട്ടേ ഇല്ല, അത് കണ്ടാൽ അപ്പോഴേ ചാനൽ മാറ്റുക. അത് നമ്മുടെ കാര്യമല്ല, പക്ഷെ നമ്മൾ കാണാതിരിക്കുക, അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അതൊക്കെ വളരെ മോശമല്ലേ. പിന്നെ അവരത് ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടി ആയിരിക്കാം അവർ നിൽക്കുന്നുണ്ടെങ്കിലും അവർ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവരുടെ സ്വന്തം പേഴ്സണൽ. അത് കാണാതിരിക്കുക. ഞാൻ എൻ്റെ വീട്ടിലത് വെക്കാറേ ഇല്ല, അത് കാണാൻ ഒഴിവാകുകയാണ് ചെയ്യുന്നത് നമ്മൾ. അത്രയും വീട്ടിൽ കുട്ടികൾ കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഇടയ്ക്കെങ്കിലും അത് കാണുന്നത്. നിലവാര തകർച്ചയുള്ള ഒരു പ്രോഗ്രാം, അത് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇത്ര ബോൾഡായിട്ടൊക്കെ കുട്ടികൾ പ്രസന്റ് ചെയ്യുന്ന കാണുമ്പോൾ അത് ചിലപ്പോഴൊക്കെ നമുക്ക് പോസിറ്റീവ് വൈബ് നമ്മുടെ കുട്ടികൾക്കും തരുമെങ്കിലും, പക്ഷെ അത് എപ്പോഴും എല്ലാ സന്ദർഭത്തിലും അത് അങ്ങനെ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അതിലാക്കണം എന്ന് പറയുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. കുറച്ചുകൂടെ അതിന്റെ നിലവാരം കാത്തു സൂക്ഷിച്ചാൽ കൊള്ളാമായിരുന്നു. ഒരു ഫാമിലി എല്ലാവരും ഒക്കെ ഇരുന്ന് കാണുന്നതാണ്, അപ്പം അതിന്റെ ഒരു നിലവാരം ആ രീതിയിൽ കാത്തു സൂക്ഷിച്ചാൽ കൊള്ളാം. നല്ല ഒരു ഇതാണ്. അത്ര ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ 1-2 തവണയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. ഞങ്ങൾ സന്ധ്യ കഴിയും വരുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മളതിന് ടി വിയിലേക്ക് അധികം സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ ഞങ്ങൾക്കില്ല. പിന്നെ ഇങ്ങനെ വല്ലപ്പോഴും അങ്ങനെ 1-2 പ്രാവശ്യം കണ്ടതിൽ നിന്നാണ് എനിക്ക് തോന്നിയത് കുറച്ച് ഓവറാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇത്രയേ ഉള്ളൂ. സമൂഹത്തിന് ഇത് ശരിയായൊരു പരിപാടിയല്ല, ശരിക്കും നിർത്തണം നമ്മളെ അഭിപ്രായം പറയുന്നത്. തീർച്ചയായിട്ടും ഹർജി അതാ ചെയ്യേണ്ടത്. ഇന്നത്തെ ചെയ്യണം. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, കുറെ കൂടി പുതിയ തലമുറയ്ക്ക് ഉപകാരപ്രദമാകുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. ബിഗ് ബോസിലൂടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയ സമൂഹത്തിന് ഇവിടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളും കൊടുത്തുകൊണ്ട് വേണം ഇത്തരം ബിഗ് ബോസുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അതാണ് നമുക്ക് പറയാനുള്ളത്. നല്ല രീതിയിലാണെങ്കിൽ ഓക്കെ, നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഇതിൽ പല എന്താ പറയാ, ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും സംസാരത്തിന്റെ രീതിയിലാണെങ്കിലും പല കാര്യത്തിലും ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഓക്കെ, അതെ, അതാ ഞാൻ പറഞ്ഞത്. ഈ വളർന്നു വരുന്ന സമൂഹത്തിന് ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തന്നെയാണ്. നിലപാടുള്ള പറ്റും, നിലവാരമില്ല. പിന്നെ അവിടുത്തെ വാക്കുകളൊക്കെ ലാംഗ്വേജ് നിർത്തലാക്കണമെന്നല്ല, എന്റർടൈൻമെന്റ് ആണ്. പുതിയ തലമുറയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് പോകാം, അത്രേ പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും പല രീതിയിലാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സംസാരത്തിലൂടെ ആണെങ്കിലും ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇത് 3 മാസമല്ലേ ഇതിൻ്റെ കാലാവധി. 3 മാസം നമ്മൾ വീട് വിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ യാതൊരു വീടുമായിട്ട് ബന്ധമില്ലാണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പം അതാ നമുക്ക് പറയാനുള്ളത്. നല്ല രീതിയിലാണെങ്കിൽ ഓക്കെ, മുന്നോട്ട് കൊണ്ടുപോകാം. ഫിസിക്കൽ അസോൾട്ട് നടന്നതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത്രയും നല്ലൊരു പ്രോഗ്രാം, അതായത് ഇത് നമ്മളുടെ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രോഗ്രാം അല്ല, ഇത് ഓൾ ദ വേൾഡ് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് നിർത്തലാക്കുന്നതിനെ കുറിച്ച് വലിയ അഭിപ്രായമില്ല. ശിക്ഷ ഉറപ്പായിട്ടും കൊടുക്കണം. അതിപ്പോൾ സിജോനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തതിന് സിജോ തന്നെയാണ് അതിന് മുന്നിട്ട് ഇറങ്ങേണ്ടത്. അതുപോലെ തന്നെ ബിഗ് ബോസ് ടീമും അതിന് അഗൻസ്റ്റ് ആയിട്ട് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എനിക്കതിനോട് യോജിപ്പില്ല. ഇതൊക്കെ മുമ്പും കണ്ടിട്ടുള്ളത് ഈ രീതിയിലൊന്നും അല്ലായിരുന്നു. ഇപ്പം കാണുന്നത് മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ബഹളവും ചീത്ത പറച്ചിലും. അവർ പറയുന്ന ഭാഷകൾ നമുക്ക്
കുഞ്ഞുകുട്ടിയൊക്കെ ഇരുന്ന് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതേപോലുള്ള ഒരു പ്രവൃത്തി അവർ കാണിക്കുന്നത്. നിർത്തലാക്കുന്നെന്ന് പറഞ്ഞാൽ അത് എനിക്ക് മാത്രമുള്ള അഭിപ്രായമല്ലല്ലോ. എങ്കിൽ പോലും എനിക്കിതിനോട് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതേപോലുള്ള ഒരു അലമ്പാണ് ഇപ്പം കാണിക്കുന്നത്. ഈ ഇത്രയും വർഷം നടന്നു വന്നെങ്കിലും ഇപ്പം കാണിക്കുന്നത് വെറും എന്തോന്ന് പിടിച്ച ഒരു അവത്തിനും വന്നിട്ടുള്ളവർ 2-3 പേര് ഇച്ചിരി പെശക ആളുകൾ, അവരും ഇച്ചിരി എന്തോന്ന് പിടിച്ച ആളുകളാണ്. അത് കാരണം നമുക്ക് അതിനോട് യോജിപ്പില്ല. എങ്കിലും കാണുന്നുണ്ടിരുന്നു, കാണാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. ലാലേട്ടനുള്ളതുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം ലാലേട്ടനുള്ളതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു എന്തോന്നാണ്. പക്ഷെ ഇത്രയും നാളും കണ്ടതല്ല ഇപ്പൊ കാണുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. മിക്കപ്പോഴും അടിയാണല്ലോ. ഇതൊക്കെ മോശമാണ് അത് കാണിക്കുന്നത്. നമ്മൾ എത്രയും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അന്നേരം അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ കുട്ടികളും കാണുന്നതല്ലേ, അവർക്കുമൊക്കെ അത് നാളെ അവരും അങ്ങനെ ചെയ്താൽ എന്താവും അവസ്ഥ? ഒരു വീട്ടിൽ നടക്കുന്ന ഒരു ഷോ ആയിട്ടല്ലേ അത് കാണിക്കുന്നത്. നിർത്തലാക്കണമെന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ നല്ല ഷോയാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ഉള്ളു അതിനകത്ത്. അങ്ങനെ അതുണ്ട്. മറ്റുള്ള കഴിഞ്ഞ സീസണിലേക്ക് കുറച്ച് ബോറായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതെ. അവര് കുഴപ്പമില്ല. എല്ലാത്തിൽ നിന്നും മുന്നേറാൻ നോക്കുന്നുണ്ട്. അവരവിടെ കാണിച്ചു കൂട്ടുന്നതിൽ ഒരു കാണുന്നതിൽ തന്നെ ഒരു തൃപ്തി ഇപ്പൊ തോന്നുന്നില്ല. ശരിക്കും ചിലരൊക്കെ അവിടെ ഫേക്കായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഫിസിക്കലി അറ്റാക്ക് ചെയ്തൊരു വിഷയം വന്നതുണ്ടായിരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ചെയ്തത് മോശമാണത്. ശരിക്കും അതവിടെ ശിക്ഷയായിട്ട് അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എത്രയൊക്കെ നമ്മൾ പ്രൊവോക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ശരി, ഫിസിക്കലി ഒരാളെ അറ്റാക്ക് ചെയ്യാന്നുള്ളത് അത് നിയമപരമായിട്ട് അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. കുറച്ചുകൂടെ നിലവാരം ഉയർത്തണം, അത് കറക്റ്റാണ്. അത് ഞാൻ ചെയ്തു. ഈ പ്രാവശ്യം ശരിക്കും ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്. ആ പ്രോഗ്രാം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ത് ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാനായിട്ട്, പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം ശരിക്കും അതിലോട്ട് നമുക്ക് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഡ്രസ്സിങ്ങും കാര്യങ്ങളും നോർമലി ഇപ്പം എല്ലാവരും ഡ്രസ്സിങ് ടോട്ടലി എല്ലാവരും ഇതായിട്ടുള്ള രീതിയാണ്. പിന്നെ ആ ഒരു പ്രോഗ്രാമിൽ വരുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ വരുന്നത് നല്ലതായിരിക്കും. പിന്നെ പരസ്പരമുള്ള ചീത്ത വിളികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫാമിലിയൊക്കെ ഇരുന്ന് കാണുന്നതാണ്. ഇപ്പം എൻ്റെ മോനാണെങ്കിൽ പോലും അത് കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കാണുമ്പോൾ പോലും ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവൻ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഓരോ ഇത് കണ്ടിട്ട്. അപ്പോൾ കുട്ടികളൂടെ കാണുന്നതാകുമ്പോഴത്തേക്ക് അതിലുപയോഗിക്കുന്ന ഭാഷ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ബിഗ് ഷോ എന്ന് മുതലാണ് തുടങ്ങി, അന്ന് മുതൽ ഉള്ളതാണല്ലോ അത്. അപ്പോൾ അതിനകത്ത് പ്രേക്ഷകർക്കാണെങ്കിലും നേരത്തെ അറിയാം ഇതിനകത്ത് നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളതാണ്. കാരണം ആദ്യത്തെ ഒരു ബിഗ് ഷോ അല്ല. ആ ബിഗ് ഷോയിൽ അപ്പം ഓൾറെഡി എല്ലാവർക്കും അറിയാം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള ആ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ഇത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കാര്യം ഹർജിയും കാര്യങ്ങളൊക്കെ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോസ് പരിപാടിയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, ഞാനങ്ങനെ കണ്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് ചില സമയത്തൊക്കെ ഇങ്ങനെ കണ്ട് പിള്ളേരൊക്കെ വെക്കുമ്പം കണ്ട് പോകുന്നതാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പം കോടതിയുടെ ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ട്, അത് ശരിയായ രീതിയിലല്ല, അതുകൊണ്ട് അത് നിർത്തലാക്കണമെന്നൊക്കെ പറയുന്നു. പക്ഷെ ബിഗ് ബോസ് ഇതിനെക്കുറിച്ച് പറയുമ്പം ഞാൻ മനസ്സിലാക്കുന്ന അതിനകത്തൊരു മോറൽ വാല്യൂ അതിനകത്ത് കിട്ടുന്നില്ല. നമ്മുടെ പല പരിപാടികളും നടക്കുമ്പോഴേ അതിനകത്ത് ഒരു മോറൽ വാല്യൂ ഉണ്ടാവും. ഒരു സിനിമയാണെങ്കിൽ പോലും, ഒരു നാടകമാണെങ്കിൽ പോലും അതിന് ക്ലൈമാക്സിൽ നമുക്ക് അവസാനം ഒരു മോറൽ വാല്യൂ കിട്ടും. പക്ഷേ ഈ ബിഗ് ബോസിൽ എന്താണ്, അതിൽ നിന്ന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു നല്ല വാല്യൂ, മോറൽ വാല്യൂ കിട്ടുന്നില്ല. അതിനകത്ത് കുറേ ബഹളങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ്. ആ പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം അതിനകത്ത് വന്നാൽ പോലും ആ പ്രശ്നം ജനത്തിനൊരു വാല്യൂ, മോറൽ വാല്യൂ ഉണ്ടാക്കുന്നതാണെങ്കിൽ നല്ലതായിരിക്കും.